ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെതല്ല, ജസ്ന സലീമിൻ്റെതാണ്. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മച്ചി നായിൻ്റെ മോള് പറയുന്നൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത്. ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് കഞ്ഞി കുടിക്കാൻ. ചേച്ചിയുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് പറയുന്നുണ്ട്. ചിലര് പറയുന്നു ജയിലിലാണ്, മായാവിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. മേത്തിച്ച് ഇവിടെ നല്ലൊരു തരിയുടെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. ഒരു വേട്ടാവളിയൻ ബോക്സിലാക്കി. പിന്നെ ഈ പറയുന്ന വേട്ടാവളിയൻ ഈ മച്ചീൻ്റെ അച്ഛൻ. പിന്നെ ഇവർക്ക് കുട്ടികളുണ്ടാവാത്ത കാര്യങ്ങൾക്കൊക്കെ അറിയാലോ. ഈ നായിൻ്റെ മോക്ക് എങ്ങനെ കുട്ടികളുണ്ടാവാനാ? ഒരു കാലത്തും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു വൃത്തികെട്ട മച്ചി നമ്മളോട് ഞാൻ ഇപ്പോഴും പറയാം, കുറേ കാലം കുറേ മറ്റേ ആറാട്ടണ്ണൻ്റെ കൂടെയൊക്കെ കറങ്ങി കളിച്ച് നടന്ന് അത് കഴിഞ്ഞിപ്പോൾ വേറെ ചെക്കൻ്റെ ഒപ്പരായി. ആരാണോ കുട്ടികളുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നോളൂ അവൾ. അപ്പോൾ ഇവള് പറയുന്നത് സലീം ഗൾഫിൽ ജയിലിലാണ്. പിന്നെ ഒരാൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ മറ്റേ ഫോണിൽ വിളിച്ച് വീഡിയോ കോളും ചെയ്യേണ്ട കാര്യമല്ല. അത് ഞാനും അറിഞ്ഞില്ല. എന്നോട് പറഞ്ഞെന്താ ചരുണെ ഇങ്ങനെ താത്തൻ്റെ അടുത്ത് സാധനം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി വാങ്ങിയിട്ട് ജസ്നയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ വന്ന് കൊണ്ട് കൊടുത്തതാണ് ആ വീഡിയോ. അപ്പോൾ ഈ മോള് പറയുന്നത് എന്താ വെച്ചാൽ, ഏത് വേശി പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കേട്ടല്ലോ, ജയിലിലാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവക്കൊന്നുമില്ല. ഉടുക്കാനൊരു തുണി പോലും ഇല്ലാത്ത ഇവളാണ് ചലിക്കുന്നത്. ഇത് ഭർത്താവ് കൊണ്ടു തന്നതാണ്. ഇങ്ങനെയാണോ സുഹൃത്തുക്കളെ ഭർത്താവ് ഭാര്യയ്ക്ക് എന്നിട്ട് പോലും വീഡിയോ കോൾ വിളിച്ചിട്ട് ഇപ്പൊ സംസാരിക്കുള്ളൂ? ഭാര്യ ഇവിടെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ഈ ചെറിയ മാല അവിടെ കണ്ടിട്ട് അവര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിറ്റേ ദിവസം പോയി അതെടുക്കുന്നു. എന്നിട്ട് ഇല്ലാത്ത ഭർത്താവ് പൈസ അയച്ചു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മാല പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പോയി വാങ്ങിച്ചതാരാ? ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഇപ്പം അമേരിക്കയിൽ നിന്ന് പോലും ആൾക്കാർ വീഡിയോ കോൾ വിളിച്ചിട്ട് വീട്ടിൽ സർപ്രൈസ് കൊടുക്കുമ്പോൾ അങ്ങനെയാണോ? അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞതാ, സർപ്രൈസ് കൊടുക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പം മച്ചി നായിൻ്റെ മോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ, എനിക്ക് കുട്ടികളുണ്ടാകാത്ത പ്രഷറിങ് അങ്ങോട്ട് തീർത്തിട്ട് കാര്യമില്ല. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല എൻ്റെ അടുത്തേക്ക്. പിന്നെന്ന് വെച്ചാൽ അടുത്തൊരു മറുപടി ഞാൻ ഇതേ വീഡിയോ തന്നെ ഇടുന്നത്, എൻ്റെ അമ്മായി വേശിയില്ലേ, പാലക്കൽ അമ്മായി, പാലക്കൽ അമ്മായിൻ്റെ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് ലൈവ് കാണുന്നേരാന്ന് ഈ ജെട്ടിയുടെ കാര്യം പറഞ്ഞത്. അതായത് അരുണ് ഒരു ജെട്ടി കാണിച്ചിട്ട് എന്നോട് ഇട്ട് കാണിക്കാൻ പറയുന്നത്, എടാ പരമച്ചെറ്റേ, എടി നായിന്റെ മോളെ, അനക്ക് പിന്നെ ചട്ടി അങ്ങിയത് എല്ലാരെയും എടുത്തിട്ട് വീഡിയോ ഇട്ട് അത് എന്താ പറയാ, ഒരാള് എന്താണോ ചെയ്യുന്നത് അത് നീ അതേപോലെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചത് നിനക്ക് കാണിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ നായിൻ്റെ മോളെ ചലിക്കുന്നത്? പരമചറ്റ നിന്റെ അച്ഛൻ കാണാരെ. അടുത്ത ഞാൻ പറഞ്ഞതാ, നീ നിന്റെ അമ്മ ഉഷേനോട് പോയിട്ട് ഒന്ന് പറ, തിരിഞ്ഞു നിന്നേരെ. കാരണം പിന്നെ എൻ്റെ അമ്മ ഉഷേനോട് എനിക്ക് പറയേണ്ട കാര്യമല്ല. എൻ്റെ അമ്മ ഉഷ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ ചോപ്പ് സാരിട്ടിക്ക്, ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങൾ നടന്നിട്ട് കാറ്റ് വാക്ക് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ അമ്മ ചെയ്യലില്ല. അപ്പോൾ അതെനിക്ക് ചെയ്യേണ്ട കാര്യമല്ല ഒന്നാത്. പിന്നെ കണാറിൻ്റെ മോള് പാലക്കൽ അമ്മായി വേശിയെ കണ്ട BJP പ്രവർത്തകർക്ക് പണ്ട ലോഡ്ജിൽ പോയിട്ട് പണ്ണാൻ കൊടുത്തിട്ട് തടിയും മറ്റേതും മറിച്ചതൊക്കെ മൂപ്പിച്ച് നടക്കുന്ന അണക്ക് എന്തെന്ന് പറയാനാടി? കാരണം നീ സ്വന്തം പെങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നവളല്ലേ അല്ലേ? നിന്റെ പെങ്ങളാന്ന് പറഞ്ഞ് നടക്കുന്ന ജസ്ന സലീം എന്ന വ്യക്തിക്ക് നീ കാണിച്ചു കൊടുക്കുന്നല്ലേ? കാണിച്ചു കൊടുക്കുന്നത് നീ കണ്ടിക്കോ കുത്തിച്ചേ. പിന്നെ എന്നോട് അപ്പോൾ അതാണ് കാര്യങ്ങളുടെ കിടപ്പ് വരുന്നത്. അപ്പോൾ ഈ വേശി കണ്ട BJPക്കാർക്ക് വെച്ചുണ്ടാക്കിയിട്ട് മറ്റേ മറിച്ചൊക്കെ വലുതാക്കി കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾ എന്നിട്ടാണ് എന്നോട് പറയുന്നത്. അപ്പൊ നീ നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അത് നിന്റെ തകരാറില്ലടാ. നിന്റെ ഉപ്പ, അതായത് രണ്ട് ജാതികളായിട്ട് ഉണ്ടായില്ലേ, അതായത് ഒന്ന് ഹിന്ദു ഒന്ന് മുസ്ലിമുമായിട്ട് ജനിച്ചിട്ടില്ലേ, അതിന്റെ അതിന്റെ മോളെ, എൻ്റെ ഉപ്പ 2 ജാതിയിൽ ജനിച്ചല്ല. എൻ്റെ അച്ഛൻ്റെ കുടുംബം മൊത്തം മുസ്ലിംസല്ല. എൻ്റെ അച്ഛൻ പ്രേമിച്ചത് എൻ്റെ അമ്മേനെ, അമ്മ ഹിന്ദുവാണ്. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്, അല്ലാതെ 2 ജാതിയല്ല. പിന്നെ ജാതി പറയാനുള്ള ഒരു അവകാശം എനക്കില്ല. ഇനി ആദ്യം കഴിച്ചത് വേറെ ഏതോ ജാതി പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക. ജാതിയിലൊന്നുമില്ല ഈ പൊലയന്മാർ, നായന്മാർ, തീയന്മാർ, ക്രിസ്ത്യൻസ്, ഹിന്ദു, മുസ്ലിം അങ്ങനത്തെ ഒരു ജാതിയും കാര്യങ്ങളൊന്നുമില്ല. പ്രേമിച്ച് കഴിഞ്ഞാൽ ആർക്കും ഏടെ വേണേൽ കല്യാണം കഴിക്കാം. എൻ്റെ അച്ഛൻ മുസ്ലിമാണ്, അമ്മ ഹിന്ദുവാണ്. അവർ രണ്ടാളെ കല്യാണം കഴിച്ച്. അപ്പോൾ ജാതി പറയുമ്പോൾ നായിൻ്റെ മുകളിൽ കാര്യം മനസ്സിലാക്കുക, ഇനി ആർക്കാ ഉണ്ടായെന്ന്. എൻ്റെ തള്ള എൻ്റെ തന്തയ്ക്ക് എന്നെ വെച്ച് കൊടുത്താന്ന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ.
ഉണ്ടോ? ജാരസന്തതി ആയതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഉപ്പ മുസ്ലിം, ഇപ്പൊ മുസ്ലിം ആണെന്നറിയാം ബഷീർ, അമ്മ ഉഷ 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 അത്. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ തോന്നും. എങ്ങനെ എന്റെ അമ്മ ഉഷയാണ്. ഒരു മിനിറ്റ്. എടി നായിന്റെ മോളെ, എങ്ങനെയാടി ഇവൻ ജാരസന്തതിയാവുക? നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയക്കൊള്ള. അവനും അവന്റെ അമ്മയും അച്ഛനും സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. നിന്റെ 2 മക്കൾ എവിടെ പോയി മോളെ? 2 മക്കളിൽ ഒരു മക്കൾ ആർക്കോ ഉള്ളത്. ഷേണായിക്ക് പിന്നെ ഇതില് സംശയം, ഏതില്? പിതൃത്വത്തില് പിതാവ് അത് തന്നെയാണോ? ഇനിയിപ്പൊ ഞാൻ ഓട്ടോ ചേട്ടനോട് പറയാം ഒന്നുകൂടി ഉണ്ടാക്കാൻ. എന്റെ അമ്മ ഉഷയാണ്. ആ ഉഷയ്ക്ക് ഉണ്ടായത് ബാബുവിൽ തന്നെ ഉണ്ടായതാണ് ഞാൻ. ഇനിയിപ്പൊ എന്റെ ഭാഷയെ പറയുന്ന മാതിരി ബഷീറിനുണ്ടായത്. അല്ലാണ്ട് എന്റെ തന്ത ഒളിവെട്ടിന് പോയിട്ടോ അല്ല എന്റെ തള്ള ഒളിവെട്ടിന് പോയിട്ട് ഉണ്ടായതല്ല ഞാൻ. എന്റെ തള്ളയും തന്തയും എങ്ങനെയാണ് എന്നെ ഉണ്ടാക്കിയെന്നു, ഇങ്ങനെയാണ് മക്കൾ ഉണ്ടാക്കിയെന്നു, ഏതൊക്കെ ലോഡ്ജിൽ പോയിട്ട് കണ്ടവന്മാരെ കയറി മേഞ്ഞതാന്നു, പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി എന്തൊക്കെ തോന്നിയാസം കളിച്ചിരുന്നു, കല്യാണപ്പരുവായി പുറേ പോയിട്ട് ചെറിയ കുഞ്ഞിൻ്റെ മാല അടിച്ച് മാറ്റിയതു, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് ഇട്ടിട്ട് ഷോ ഓഫ് കാണിക്കുന്നതും, പിന്നെ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതും പല കാര്യങ്ങളുണ്ട് വേശിയെ. ഈ അമ്മായി പാലക്കൽ അമ്മായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇനി പേരും കാര്യമൊക്കെ പറഞ്ഞാൽ ഞാൻ കേസും കാര്യമൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഈച്ച നീട്ടം നിന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് നീട്ടം നിന്നാൻ പോണ്ടല്ലോ. ഇങ്ങനെ എന്തുകൊണ്ടാന്ന് പറയാൻ കാരണം എന്നറിയാവുക, ഇത് നീ പറയിപ്പിച്ചതാണ്, അല്ലാണ്ട് വേറൊന്നല്ല. ഞാൻ ലൈവില് എന്നോട് എന്റെ നല്ല സുഹൃത്ത് ബാധിച്ചിട്ട് വീട് വെച്ചിട്ട് ഇപ്പൊ പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് നിങ്ങളോട് സ്കാനർ കാണിക്കുക, എനിക്ക് കുറച്ച് പൈസ വേണം. എടി പൈസ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് വേണമെങ്കിൽ മിനിമം ബാലൻസ് കാണിച്ചു തരാം. അക്കൗണ്ടിൽ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മോള് വിചാരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അന്നെപ്പോലെ ഈ എന്താ പറയുക ഒരാളിടുന്ന വീഡിയോ അതേമാതിരി തന്നെ ഇതാക്കിയിട്ട് ചെയ്യുന്നതുമാതിരി ചെയ്ത് അത് ഒരാൾ പറഞ്ഞു വരുമ്പോൾ ഇനി കുറേ പറഞ്ഞല്ലേ, ഞാൻ ഇപ്പോഴും പറയാം, ആണെങ്കിൽ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും. ഇവിടെ പേരിൽ 18 വിടുന്ന കേസ് മറ്റേ കാശൊക്കെ തെളിയിക്കും. അപ്പം ഞാനും തെളിയിക്കും. ഇനി ഏതൊക്കെ ലോഡ്ജിൽ ആരൊക്കെ കൂടെ പോയിക്കുന്നുള്ള പേര് വരെ രജിസ്റ്റർ ബുക്കിൽ എഴുതിയത് വരെ. അതെ, ഒരു കാര്യം കൂടി ഈ തള്ളച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ തള്ളച്ചി 18ഓളം പീഡന കേസ് കൊണ്ടുവരാം, ഡേറ്റും ടൈമും പറഞ്ഞാൽ മതി. ഇനി ഒരു ഡേറ്റും ടൈമും പറഞ്ഞു കൊടുക്കുക വരയ്ക്കാനുള്ള ഡേറ്റും ടൈമും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇവിടെ ഒരു നായ്ക്കളെ വയ്യ പോണ്ട. ഇവള് പീഡന കേസിന് ഇവള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവളെന്താക്കണം, നീ പറയുന്നത് ഞങ്ങൾ വിട്ട് നീ പറയുന്ന ഡേറ്റിൽ ഞാൻ വരാം. നീ പക്ഷെ ആ പീഡന കേസിന്റെ കാര്യം കൂടി 18 എണ്ണം കണ്ടെത്തണം. പിന്നെ ഒരു കാര്യം, നിന്റെ തന്ത കണാരനാണ് 5ാമത്തെ പ്രതി. കാരണം അല്ല 5ാമത്തത് കാരണം എന്താ വെച്ചാല് നിന്റെ തള്ള നിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നിന്റെ തന്ത എടിയോ അതിനുള്ളത്. അപ്പൊ ഇനി ആരെ ഇതിലുണ്ടായതാണെന്നും കൂടി ഒന്ന് ചിന്തിക്കണം. മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനാണ് യൂട്യൂബിൽ 2 ലക്ഷം വരുമാനം. ഇതൊക്കെ ഉണ്ടായിട്ടും എന്താ ഇവിടെ നടന്നു കാണിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുക, പ്രിയനെ പരിഹസിക്കുക, ഷെഫീന ബീബിനെ പരിഹസിക്കുക. ഷെഫീന ബീബിനെ അമ്മോ പറയുന്ന ആൾക്കാരൊക്കെ ആരാ? ഒന്നും ഇവിടെ മച്ചി ഓളെ അമ്മായിന്റെ മോള്, മറ്റേത് ഇവിടെ ഏത് ഞാൻ നേരത്തെ പറയാം ലോഡ്ജിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ അവര് മച്ചിയും ആ തെരുത്താത്തേ 4 കെട്ടി എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുക. എടി ജസ്ന അരുണെ, നീ സലീം കാക്ക നിന്റെ ഭർത്താവാണ്. അപ്പൊ ഈ അരുൺ ബഷീർ എന്ന് പറയുന്ന അവൻ നിന്റെ ആരാ? ഭർത്താവിനെ അല്ലേ? അല്ലേ? സെക്കൻഡ് മാരേജ് കഴിച്ചാണല്ലോ അല്ലേ? അതൊരു പുതിയ അറിവാണ് എനിക്കിപ്പം കിട്ടിയത്. എന്തായാലും നീ ജസ്ന അരുണ് എന്ന് ഇനി എല്ലാവരും അറിയട്ടെ, ലോകം എല്ലാവരും അറിയട്ടെ. മോളെ അങ്ങനെയെങ്കിലും ഒരു പേരെങ്കിലും ഉണ്ട്. ഇനി എന്ത് പേരിട്ട് പറയും? അമ്മായിക്ക് പേരിടാൻ എന്തേലും പേരുണ്ടോ? ഇപ്പോഴുള്ള ഓട്ടോ ചേട്ടൻ, ആദ്യമുള്ള ഒരു ചങ്ങായി, പിന്നെ കണ്ടമാനം പാർട്ടിയിലുള്ള കുറേ ആൾക്കാർ. ഇനി ആരെ പേരിടും? എൻ്റെ ഈ 2 മക്കൾ നടന്ന മക്കൾ ആർക്കുണ്ടായതാ? പിന്നെ സെക്കൻഡ് മാരേജ് എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങൾ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ അരുൺ നാണം കെട്ടിട്ട് നടക്കുകയല്ല കേട്ടോ വേശ്യയെ. ഇത്രയും കാലം കസിൻ എന്ന് പറഞ്ഞു നടന്ന നീ ജസ്ന അരുൺ ആരാണ് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 2016 ശേഷമാണ് ഈ അരുൺ പ്രത്യക്ഷപ്പെടുന്നത്. ഈ അരുൺ ആരാണെന്ന് പോലും ഇവൾക്ക് അറിയില്ലായിരുന്നു. ഇത് കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് ഒരു ആങ്ങളമാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അതുകൊണ്ട്
എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പറയണം. പക്ഷെ അത് നിങ്ങളോട് മാത്രമല്ല, ആൾക്കാരോട് വിളിച്ചു പറയുന്ന രീതിയിൽ എനിക്ക് പറയണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ഞാൻ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസും അതുപോലെ തന്നെ അപ്പൊ ലോകത്തിനോടൊക്കെ ഈ പാലക്കൽ അമ്മായി പറയുന്നതായിരിക്കും ഞാൻ ആരാ എന്താന്നുള്ളത്. അപ്പോൾ ഈ വേശി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇവള് കണ്ടന്മാർക്ക് വെച്ച് കൊടുത്തിട്ട് ഇന്റെ തള്ളേനെയും തന്തേനെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അപ്പോൾ കണാരൻ്റെ മോളെ പാലക്കൽ അമ്മായിയെ ഇനി പറ്റിയെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈ ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നല്ലേ, ഞാൻ കാണിച്ച ഒന്നുകൂടി പറയടി. ഈ ചട്ടിയിട്ട വീഡിയോ ഇനി ഒന്നുകൂടി കാണടി, ചെയ്യടി. ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ചാനലുകളിൽ വന്നിട്ട് ചാനൽ വന്നിട്ട് നമ്മളെ അമ്മായി പറയുന്നതാണ്. അമ്മായിക്ക് ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതിനും എന്തായാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതിനെ കൊണ്ട് വരികയാണല്ലോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്നും പുറത്ത് വന്നിക്കില്ല. എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ പാലക്കൽ അമ്മായിയെ വേശി മോളെ ഗുഡ് ബൈ. ഇനി മോൾ അടുത്ത വീഡിയോ ആയിട്ട് വാട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ എനിക്ക് ഇനി എന്തുമാതിരി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. എൻ്റെ ഓ മൊട്ടനോടും കൂടി പറഞ്ഞേക്കണ്ടി. ഓക്കെ.